നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ എ പത്മകുമാറിന്റെ വിദേശയാത്രകൾ, ലക്ഷ്യം എന്നിവ വിശദമായി പരിശോധിക്കാൻ SIT. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും ഒപ്പമുണ്ടോ എന്നറിയാൻ നീക്കം. പത്മകുമാറിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന CPM മുൻ ഏരിയ സെക്രട്ടറിക്ക് CPM നേതാവിന്റെ വധഭീഷണി. പത്രിക പിൻവലിച്ചില്ലെങ്കിൽ തട്ടിക്കളയുമെന്ന് ലോക്കൽ സെക്രട്ടറി N ജംഷീർ ഫോണിൽ ഭീഷണിപ്പെടുത്തിയെന്ന് VR രാമകൃഷ്ണൻ. നേതാക്കൾ ജാഗ്രതയോടെ സംസാരിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസ് വിമതർക്കെതിരെ മുരളീധരൻ. നാളെ വൈകിട്ട് 3 മണിക്ക് ശേഷവും പത്രിക പിൻവലിക്കാത്തവർ പാർട്ടിക്ക് പുറത്തെന്ന് മുന്നറിയിപ്പ്. ചെങ്കോട്ട ആക്രമണത്തിന്റെ ആസൂത്രണത്തിനിടയിൽ ഭീകരവാദികൾ തമ്മിൽ ആശയപരമായ തർക്കങ്ങളുണ്ടായെന്ന് സൂചന. ഉമർ നബി ഇടപെട്ടെന്നും ജമ്മുകാശ്മീരിലെ ഖാസിഗുണ്ടിൽ ഉമറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നുവെന്നും അന്വേഷണ സംഘം. ഉത്തരാഖണ്ഡിലെ അൽമോറയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെത്തി. പിടികൂടിയത് 161 ജെലാറ്റിൻ സ്റ്റിക്ക് അടക്കം 20 കിലോ സ്ഫോടക വസ്തുക്കൾ. കരൂർ ദുരന്തത്തിന് ശേഷം വീണ്ടും പൊതുരംഗത്ത് സജീവമായി TVK അധ്യക്ഷൻ വിജയ്. DMKക്കെതിരെ ആഞ്ഞടിച്ച് കാഞ്ചീപുരത്ത് ഉള്ളരങ്ങ് വേദിയിൽ. പോരാട്ട സാമൂഹിക നീതിക്കും സമത്വത്തിനുമെന്ന് വിജയ്. വേദിയിലേക്ക് പൊതുജനങ്ങളെ പ്രവേശിപ്പിച്ചത് പാസിലൂടെ. ജമ്മുവിൽ വാഹനാപകടത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ സുബേദാർ സജീഷിന് ജന്മനാട് വിട നൽകി. ഭൗതിക ശരീരം പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. ദുബായ് എയർ ഷോയിലെ വ്യോമാഭ്യാസത്തിനിടെ തേജസ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംശാലിൻ്റെ മൃതദേഹം ഇന്ന് ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിൽ. ഗുവാഹത്തി ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക മികച്ച സ്കോറിലേക്ക്. ആദ്യ ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 411 നിലയിൽ. അർദ്ധ സെഞ്ചുറിയുമായി സെനുരൽ മുത്തുസ്വാമി. ശബരിമല സ്വർണ്ണപ്പാളി കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് A പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും ഒപ്പമുണ്ടോ എന്നറിയാനാണ് ശ്രമം. ആറന്മുളയിലെ വീട്ടിൽ കഴിഞ്ഞ ദിവസം നടത്തിയ റെയ്ഡിലാണ് പാസ്പോർട്ട് പിടിച്ചെടുത്തത്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം ഊർജിതമാക്കി SIT സജീവമാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് അപേക്ഷ നൽകുന്നത്. ശബരിമല സന്നിധാനത്ത് നിന്ന് ലഭിച്ച സാമ്പിളുകളുടെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും തുടർന്നുള്ള അറസ്റ്റുകളിലേക്ക് SIT നീങ്ങുക. ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ ലഭിച്ചിരുന്നു. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, N വിജയകുമാർ എന്നിവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നടൻ ജയറാമിൻ്റെ സാക്ഷിമൊഴിയും SIT ശേഖരിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയെ തെരഞ്ഞെടുപ്പുമായി കൂട്ടിക്കുഴയ്ക്കേണ്ടതില്ല എന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. കോൺഗ്രസ് എക്കാലവും ഭക്തർക്കൊപ്പമാണ്. മന്ത്രി VN വാസവനിലേക്കും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രസാദിലേക്കും കൂടി അന്വേഷണം നീളണമെന്നും സത്യം പുറത്തു വരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ട് വരികയാണ്. ഞങ്ങൾ അന്നേ സൂചിപ്പിച്ചു, മന്ത്രിമാരറിയാതെ ഇത് നടക്കില്ല. ഇത്രയും വലിയൊരു കൊള്ള മന്ത്രിമാർ അറിയാതെ നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞത് ഇന്നിപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും തുടർന്നുള്ള നടപടികൾ ഞങ്ങൾ വീക്ഷിക്കുകയാണ്. ഇത് കടകംപള്ളിയിലേക്ക് എത്തിയേ തീരൂ. കടകംപള്ളി മാത്രമല്ല, വാസവനിലേക്ക് എത്തണം. എങ്കിലും പാലക്കാട് അട്ടപ്പാടിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ CPM ഏരിയ സെക്രട്ടറിക്ക് CPM നേതാവിന്റെ വധഭീഷണി. പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്തിലെ 18-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ CPM മുൻ ഏരിയ സെക്രട്ടറി VR രാമകൃഷ്ണനെയാണ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. CPM അഗളി ലോക്കൽ സെക്രട്ടറി N ജംഷീറാണ് രാമകൃഷ്ണനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ല എങ്കിൽ തട്ടിക്കളയുമെന്നും പാർട്ടിക്കെതിരെ മത്സരിച്ചാൽ കൊല്ലേണ്ടി വരുമെന്നുമാണ് ഭീഷണി. അതേസമയം CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബു വധഭീഷണി തള്ളി. നേതാക്കൾ ജാഗ്രതയോടെ സംസാരിക്കണമെന്നും ആർക്കെതിരെയും വധഭീഷണി ഉണ്ടാകാൻ പാടില്ല എന്നും സുരേഷ് ബാബു പറഞ്ഞു. അങ്ങനെയുള്ളൊരു കാര്യമൊന്നും
CPM-ന്റെ ഒരു നേതാവിന്റെ ഭാഗത്തും വരാൻ പാടില്ലാത്തുള്ളതാണ്. ഒന്നാമത്, ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആരോട് എങ്ങനെയൊക്കെയാണ് അത് മനസ്സിലാക്കാനുള്ള ഒരു നില ഞങ്ങളുടെ ആരുടെയെങ്കിലും ഭാഗത്ത് കാണിച്ചിട്ടില്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടുന്നുണ്ടല്ലോ. അതിന് പകരം എന്തിനാണ് നിങ്ങൾ ഇല്ലാ കഥകൾ ഇങ്ങനെ മെനഞ്ഞുണ്ടാക്കുന്നത്? എന്താ അതിന്റെ ആവശ്യം? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവരുടെ പത്രികകൾ പിൻവലിക്കുവാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ മത്സര രംഗത്തുള്ളത് ആകെ 98,451 സ്ഥാനാർത്ഥികളാണ്. 2,261 പത്രികകൾ തള്ളിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ മാത്രം തള്ളിയത് 527 പത്രികകളാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളുള്ളത് വയനാടാണ്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിവരെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാം. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള അവസാന സമയത്തിന് ശേഷം റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മലയാളം അക്ഷരമാല ക്രമത്തിലാണ് സ്ഥാനാർത്ഥികളുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തുക. സ്ഥാനാർത്ഥിയുടെ പേര്, വിലാസം, അനുവദിച്ച ചിഹ്നം എന്നിവയാണ് പട്ടികയിൽ ഉണ്ടാകുക. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ വിമതർക്ക് മുന്നറിയിപ്പുമായി കെ മുരളീധരൻ. പത്രിക പിൻവലിക്കാൻ നാളെ വൈകുന്നേരം 3 മണിവരെ സമയമുണ്ട്. അതിനുശേഷം അവർ വിമതരല്ല, പാർട്ടിക്ക് പുറത്താണെന്ന് അദ്ദേഹം പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പുറത്താക്കുന്നവരെ പിന്നീട് തിരിച്ചെടുക്കുമെന്ന പ്രതീക്ഷ വേണ്ട എന്നും മുരളീധരൻ വ്യക്തമാക്കി. നാളെ വൈകുന്നേരം 3 മണി വരെ സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പാർട്ടിക്ക് പുറത്ത്. പിന്നെ വിമതരല്ല, പിന്നെ പാർട്ടിക്ക് പുറത്താണ്. പിന്നെ സാധാരണ ആൾക്കാർക്കൊരു ഫീലിംഗ് ഉണ്ട്, പഞ്ചായത്തിൽ പുറത്താക്കുന്നവരെ അസംബ്ലി വരുമ്പോൾ തിരിച്ചെടുക്കുന്നു. ഇത്തവണ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്, പ്രവർത്തകരുടെ ഇലക്ഷന് സഹായിക്കാത്തവർ നേതാക്കന്മാരുടെ ഇലക്ഷനും ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിച്ചിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക്. ഉത്തരാഖണ്ഡിലെ അൽമോറയിൽ വൻ സ്ഫോടക ശേഖരം കണ്ടെത്തി. 161 ജെലാറ്റിൻ സ്റ്റിക്ക് അടക്കം 20 കിലോ സ്ഫോടക വസ്തുക്കളാണ് കണ്ടെത്തിയത്. ദാബ്ര ഗ്രാമത്തിലെ സ്കൂളിന് സമീപത്തെ കുറ്റിക്കാട്ടിൽ നിന്നാണ് സ്ഫോടക ശേഖരം കണ്ടെത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. പോലീസ് അന്വേഷണം തുടങ്ങി. ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഭീകരവാദികൾ തമ്മിൽ ആശയപരമായ തർക്കങ്ങൾ ഉണ്ടായെന്ന വിവരം. ഉമർ നബി ഇടപെട്ട് ഇത് പരിഹരിച്ചുവെന്നും ജമ്മു കാശ്മീരിലെ ഖാസിഗുണ്ടിൽ ഉമറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നുവെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രാദേശിക സഹായം നൽകിയവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി. ഡൽഹി ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മു കശ്മീരിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും നിരവധി ആളുകളെ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഭീകരവാദികൾക്കിടയിൽ തർക്കങ്ങളുണ്ടായിരുന്നുവെന്ന് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത്. വൈറ്റ് കോളർ ടെറർ മോഡ്യൂളിൽ ഉൾപ്പെട്ട ആദിൽ അഹമ്മദ് റാത്തോറിന്റെ വിവാഹ സൽക്കാരത്തിൽ നിന്നും ഒമർ നബി വിട്ടുനിന്നുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. കൃത്യമായ ഏകോപനത്തിലൂടെ വലിയ ആക്രമണ പദ്ധതി നടക്കാതെ പോയത് ഈ തർക്കങ്ങളുടെ ഫലമായാണെന്നാണ് അന്വേഷണ ഏജൻസി വിലയിരുത്തുന്നത്. എന്നാൽ ഇത്തരം തർക്കങ്ങൾക്ക് പിന്നാലെ ഒക്ടോബർ 18-ന് ഖാസിഗുണ്ടിൽ ഒമർ നബിയുടെ നേതൃത്വത്തിൽ ഭീകരർ യോഗം ചേർന്നുവെന്നും ഇതിൽ അൽഖ്വയ്ദ ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളിൽ നിന്നുള്ളവർ പങ്കെടുത്തുവെന്നും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. IS-ഉമായും ആശയവിനിമയം നടത്തിയതായാണ് ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ പറയുന്നത്. രാജ്യത്തെ തന്ത്രപ്രധാന മേഖലകളിൽ ആക്രമണം നടത്താനായിരുന്നു പദ്ധതിയെങ്കിലും ആശയപരമായ ഭിന്നതകൾ വിലങ്ങുതടിയായി എന്നാണ് വിലയിരുത്തൽ. ഈ ഭിന്നത തന്നെയാണ് വൈറ്റ് കോളർ ടെറർ മോഡ്യൂളിൽപ്പെടുന്ന ഭീകരവാദികളുടെ അറസ്റ്റിലേക്ക് എത്തിച്ചത്. ഒരുപക്ഷേ ഇത്തരം ആശയഭിന്നതകൾ ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യം അതിഭീകര ഭീകരാക്രമണത്തിന് സാക്ഷിയാകേണ്ടി വരുമായിരുന്നു. അതേസമയം ജമ്മു കശ്മീർ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമായി മുന്നോട്ടു പോവുകയാണ്. ഫരീദാബാദിന് പുറമെ കാൺപൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജമ്മുവിൽ നിന്ന് എത്തിപ്പഠിച്ച വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് താഴ്വരയിൽ പരിശോധനകൾ ഊർജിതമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പിടികൂടിയ ഇലക്ട്രീഷ്യനിൽ നിന്നും ഒമർ നബി ഉൾപ്പെടെയുള്ളവർക്ക് സഹായം നൽകിയ മറ്റുള്ളവരെ സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. ഭീകരാക്രമണത്തിന് നേതൃത്വം നൽകിയവരെ പിടികൂടുന്നതിനൊപ്പം ഇത്തരം സംഘടനകളുടെ തുടർ നീക്കങ്ങൾ അവസാനിപ്പിക്കുകയാണ് കേന്ദ്ര ഏജൻസികളുടെ ലക്ഷ്യം. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇത്തരം നീക്കങ്ങളുടെ ഭാഗമായാണ്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. പണമിടപാട് കേസിൽ PV അൻവറിനുമേൽ കുരുക്കുമുറുകുന്നു. കൂടുതൽ ചോദ്യം ചെയ്യാനായി അൻവറിനെ ഈ ആഴ്ച തന്നെ വിളിച്ചു വരുത്തുമെന്ന് റിപ്പോർട്ട്. 4 വർഷം കൊണ്ട് ആസ്തിയിൽ 50 കോടിയുടെ വർധനവുണ്ടായതിൽ അൻവറിന് കൃത്യമായ മറുപടി നൽകാനായിട്ടില്ല. 14 കോടിയിൽ നിന്നും 4 വർഷം കൊണ്ട് ആസ്തി 64 കോടിയായാണ് വളർന്നത്. വിവിധ സ്ഥാപനങ്ങളുടെ പേരിൽ 22.3 കോടിയോളം രൂപ അൻവർ ലോൺ എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും ദുരൂഹമാണ്.
കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും എടുത്ത വായ്പകൾ വകമാറ്റിയതായും ED കണ്ടെത്തിയിട്ടുണ്ട്. അൻവറിൻ്റെ ഉടമസ്ഥതയിലുള്ള PVR ഡെവലപ്പേഴ്സിൻ്റെയും ഡ്രൈവർ സിയാദിൻ്റെയും ഉടമസ്ഥതയിലുള്ള മാലാങ്കുളം കൺസ്ട്രക്ഷൻസിൻ്റെയും പേരിലാണ് KFCയിൽ നിന്നും കോടികൾ വായ്പയെടുത്തത്. ഒരേ ഈടുകൾ നൽകിയായിരുന്നു 2 വായ്പകൾ തരപ്പെടുത്തിയത്. കരൂർ ദുരന്തത്തിന് ശേഷം TVK നേതാവും നടനുമായ വിജയുടെ പൊതുജന സമ്പർക്ക പരിപാടിക്ക് വീണ്ടും തുടക്കം. കാഞ്ചീപുരത്തെ കോളേജിലായിരുന്നു ആദ്യ പരിപാടി. പരിപാടിയിൽ 2000 പേർക്ക് മാത്രമായിരുന്നു പ്രവേശനം. അനീതികൾക്കെതിരെയാണ് തൻ്റെ പോരാട്ടമെന്ന് വിജയ് പറഞ്ഞു. DMKയുടെ ലക്ഷ്യം കൊള്ളയാണ്. നീറ്റ് അവസാനിപ്പിക്കുന്നത് പോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ TVK നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ വിജയ് സംസ്ഥാന പട്ടികയിലേക്ക് വിദ്യാഭ്യാസം മാറ്റുക, ജാതി സെൻസസ് നടത്തുക, സമത്വത്തിനായി വാദിക്കുക എന്നിവ ഉൾപ്പെടെ TVK ഉയർത്തുന്ന വിഷയങ്ങൾ എടുത്തു പറഞ്ഞു. எங்களுக்கும் அவங்களுக்கும் எந்த பிரச்சனையும் கிடையாதுங்க. எந்த வாய்க்கா வரப்பு தகராறுலாம் எதுவுமே கிடையாதுங்க. அப்படியே இருந்தாலும் அது நம்ம கண்டுக்கவே போறது இல்லைங்க. தனிப்பட்ட முறையில் அவங்களுக்கு வேணா நம்ம மேல வன்மத்தோட இருக்கலாங்க. ജമ്മുവിൽ വാഹനാപകടത്തിൽ വീരമൃത്യു വരിച്ച ജവാൻ സുബേദാർ സജീഷിന് ജന്മനാട് വിട നൽകി. മലപ്പുറം ചെറുകുന്നിലെ വീട്ടിലെത്തിച്ച മൃതദേഹം പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചു. ജമ്മുവിലെ സുരൻകോട്ടിൽ പെട്രോളിങ്ങിനിടെ കൊക്കയിലേക്ക് വീണാണ് സുബേദാർ സജീഷ് വീരമൃത്യു വരിച്ചത്. മലപ്പുറം ചെറുകുന്ന് സ്വദേശിയായ സജീഷ് 27 വർഷമായി സൈന്യത്തിൽ ജോലി ചെയ്യുകയാണ്. ഇന്നലെ രാത്രി സൈനിക വിമാനത്തിൽ കരിപ്പൂരിലെത്തിച്ച മൃതദേഹം ഇന്ന് രാവിലെ ചെറുകുന്നിലെ വീട്ടിലെത്തിച്ചു. തുടർന്ന് ബാലപ്രബോധിനി LP സ്കൂളിൽ പൊതുദർശനവും നടന്നു. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള നൂറുകണക്കിന് ആളുകളാണ് വീരജവാന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജന്മനാട്ടിൽ ഒത്തുകൂടിയത്. PK കുഞ്ഞാലിക്കുട്ടി, AP അനിൽകുമാർ MLA തുടങ്ങി ജനപ്രതിനിധികളും ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം സമീപത്തുള്ള കുടുംബ ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടന്നു. മക്കളായ സിദ്ധാർത്ഥ്, ആര്യൻ എന്നിവർ ചേർന്ന് ചിതയ്ക്ക് തീ കൊളുത്തി. അമൃത ന്യൂസ്, മലപ്പുറം. ദുബായ് എയർ ഷോയിലെ വ്യോമാഭ്യാസത്തിനിടെ തേജസ് വിമാനം തകർന്ന് വീരമൃത്യു വരിച്ച വിംഗ് കമാൻഡർ നമാംശ് സ്യാലിൻ്റെ മൃതദേഹം ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിലേക്ക് കൊണ്ടുപോയി. തമിഴ്നാട്ടിലെ സുലൂർ വ്യോമത്താവളത്തിൽ നിന്നാണ് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ കാംഗ്രയിലേക്ക് കൊണ്ടുപോയത്. സുലൂരിൽ സഹപ്രവർത്തകരുടെയും അടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി ഏറ്റുവാങ്ങിയതിന് ശേഷമാണ് മൃതദേഹം കൊണ്ടുപോയത്. ഹിമാചൽ പ്രദേശിലെ കാംഗ്രയിൽ ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും. കൊച്ചിയിൽ CPOയെ ഭീഷണിപ്പെടുത്തി SI പണം തട്ടിയ കേസിൽ SIക്ക് സസ്പെൻഷൻ. പാലാരിവട്ടം സ്റ്റേഷനിലെ SI KK ബൈജുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. നിലവിൽ ഇയാൾ ഒളിവിലാണ്. സ്പായിൽ പോയ വിവരം ഭാര്യയെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് SI 4 ലക്ഷം തട്ടിയത്. തട്ടിയെടുത്തതിൽ 2 ലക്ഷം ബൈജുവിന് ലഭിച്ചതായാണ് കണ്ടെത്തൽ. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് UDF സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതിൽ 3 എണ്ണവും മുസ്ലിം ലീഗിന് നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ഓഫീസ് നേതാക്കൾ താഴ്ത്തു പൂട്ടി. ഫർണിച്ചറുകൾ ഉൾപ്പെടെ എടുത്തുമാറ്റിയാണ് ഓഫീസ് പൂട്ടിയത്. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഹനീഫിൻ്റെ നേതൃത്വത്തിലാണ് ഓഫീസ് പൂട്ടിയത്. ഉറപ്പായും വിജയിക്കുന്ന 3 സീറ്റുകളിൽ ഒരെണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ എല്ലാം കോൺഗ്രസിന് നൽകിയിരുന്നു. ഇത്തവണ 3 എണ്ണവും ഈ ലീഗിന് വിട്ട് നൽകിയതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ട് ആഴ്ചകളായി. ഇത് സംബന്ധിച്ച് DCC പ്രസിഡന്റിനെ അടക്കം പരാതി അറിയിച്ചിട്ടും നേതൃത്വം ഇടപെടാത്തതിനെ തുടർന്നാണ് മഞ്ചേശ്വരത്തെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് അടച്ചുപൂട്ടിയത്. മുസ്ലിം ലീഗിന് മഞ്ചേശ്വരത്ത് കൂടുതൽ പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസ് ഓഫീസിൻ്റെ ആവശ്യമില്ല എന്ന നിലപാടിലാണ് മഞ്ചേശ്വരത്തെ കോൺഗ്രസ് നേതൃത്വം. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയമായി തുടരുന്നു. ഇന്നലെ രാത്രി 11 മണിവരെ 83,018 ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തിയത്. ഇന്ന് ഇതുവരെ 45,000 പേർ അയ്യപ്പ ദർശനം നടത്തി. അവധി ദിനമായിരുന്നിട്ടും ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ വൻ തിരക്ക് ഇല്ലാത്ത ദിവസമാണ് ഞായറാഴ്ച. ഇന്ന് ഉച്ചവരെ 45,000-ഓളം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത്. ഇന്നലെ എത്തിയ 83,000 അയ്യപ്പ ഭക്തരിൽ കണക്ക് പ്രകാരം 9,000-ഓളം പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ശബരിമലയിൽ ദർശനം നടത്തിയത്. ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ കണക്കനുസരിച്ചാണ് സ്പോട്ട് ബുക്കിങ്ങിന് പ്രത്യേക 3-അംഗ സമിതി അനുമതി നൽകുന്നത്. യാത്ര സുഖമായിരുന്നു, തിരക്കൊന്നും തീരെയില്ലായിരുന്നു. പടിയൊക്കെ നല്ല തൊട്ട് തൊഴാൻ കൊച്ചു കൊണ്ടായിരുന്നു, അത് സുഖമായിട്ട് കയറാൻ പറ്റി. എല്ലാ വർഷത്തിനെക്കാട്ടും നന്നായിട്ട് തൊഴാൻ പറ്റും സ്വാമിയെ. വലിയ തിരക്കൊന്നുമില്ല. ഇല്ല, തിരക്ക് കുറവായിരുന്നു. ഫ്രീ ആയിരിക്കും. 20 നിമിഷത്തിൽ ദർശനം பார்த்துடலாம். ഫ്രീ ആയിരിക്കും.
കണക്കുകൾ പ്രകാരം നട തുറന്ന് ഒരാഴ്ച പിന്നിടുമ്പോൾ 5 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയത്. പോലീസിനെ കൂടാതെ കേന്ദ്രസേനയും ശബരിമലയിൽ തിരക്കു നിയന്ത്രണത്തിൽ സജീവമായി കഴിഞ്ഞു. ദ്രുതകർമ്മസേനയുടെ 140 അംഗ സംഘമാണ് ശബരിമലയിൽ കഴിഞ്ഞ ദിവസം സേവന നിരതരായത്. മകരവിളക്കോടെ കൂടുതൽ അംഗങ്ങളും സന്നിധാനത്തേക്ക് എത്തും. നമ്മളൊരു 13 പോയിന്റ്സിലുണ്ട്. ഇതുകൂടാതെ നമ്മളൊരു QRT ഉണ്ട്. ഇവിടെ ക്രൗഡ് മാനേജ്മെന്റിനും എല്ലാം വേണ്ടി QRT ഉണ്ട്. 24 ഹവേഴ്സിന്റെ QRT ഉണ്ട്. പിന്നെ ഔട്ടർ കോർഡർ, ഇന്റർ കോർഡർ എല്ലാം ഉണ്ട്. തിരക്ക് കുറവായതിനാൽ തന്നെ 1 മിനിറ്റിൽ 18-ാം പടി കയറുന്നവരുടെ എണ്ണവും കുറവാണ്. പമ്പ മുതൽ സന്നിധാനം വരെ എങ്ങും നിയന്ത്രണമില്ലാതെയാണ് അയ്യപ്പ ഭക്തർ ശബരിമലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അമൃത ന്യൂസ്, സന്നിധാനം. എറണാകുളത്ത് 3 അന്തർ സംസ്ഥാന വാഹന മോഷ്ടാക്കൾ പിടിയിൽ. KP അബൂബക്കർ സിദ്ദിഖ്, ഷാജിദ് എന്നിവരാണ് പനങ്ങാട് പോലീസിന്റെ പിടിയിലായത്. നെട്ടൂർ സ്വദേശിയുടെ പുതിയ സ്വിഫ്റ്റ് കാർ മോഷണം പോയ കേസിലെ അന്വേഷണത്തിന് ഒടുവിലാണ് പ്രതികളെ പിടികൂടിയത്. 3 പേരും നിരവധി കേസുകളിലെ പ്രതികളാണ്. ഫസ്റ്റായിട്ട് നമ്മളത് കണ്ടപ്പോഴാണ് നമുക്ക് മനസ്സിലാണ് ഈ സ്ഥലം മനസ്സിലായോ. പിന്നെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നലെ രാത്രിയിലാണ് പനങ്ങാട് പോലീസ് KP അബൂബക്കർ സിദ്ദിഖ്, ഷാജിദ് എന്നിവരെ പിടികൂടിയത്. 2023 നെട്ടൂർ സ്വദേശിയുടെ പുതിയ സ്വിഫ്റ്റ് കാർ മോഷണം പോയ കേസിലെ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടാനായത്. രാത്രി 1 മണിക്ക് കാറിന്റെ സെൻട്രൽ ലോക്ക് തകർത്താണ് പ്രതികൾ വാഹനം കടത്തിക്കൊണ്ടുപോയത്. ഇതിനായി ഉപയോഗിച്ച സോഫ്റ്റ്വെയറിനെ കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. റോഡ് മാർഗം കാർ തമിഴ്നാട്ടിലെത്തിച്ച് പൊളിച്ചു വിൽക്കുകയായിരുന്നു. വാഹനത്തിന്റെ എഞ്ചിൻ കണ്ടെത്താൻ സാധിച്ചു. 2005 മുതൽ നിരവധി പോലീസ് സ്റ്റേഷനുകളിലായി പ്രതികൾക്കെതിരെ കേസുകളുണ്ട്. 1-ാം പ്രതി KP അബൂബക്കറിന്റെ പേരിൽ 25ഓളം കേസുകൾ നിലവിലുണ്ട്. എല്ലാം മോഷണ കേസുകളാണ്. ക്ഷേത്രങ്ങളിലെ മോഷണം, വാഹനമോഷണം തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. 2-ാം പ്രതി അബൂബക്കർ സിദ്ദിഖ് MDMA അടക്കമുള്ള ലഹരി കേസുകളിൽ പ്രതിയാണ്. 3-ാം പ്രതി ഷാജിദ് വാഹനമോഷണം, വാഹനം പൊളിച്ചുവിൽക്കൽ, ചന്ദനം, സ്വർണം കള്ളക്കടത്ത് കേസുകളിലെ പ്രതിയാണ്. കേരള പോലീസിന്റെ ഒരു മികച്ച അന്വേഷണമാണ് ഇപ്പോൾ പ്രതികളിലേക്ക് ഒരു 3 വർഷത്തിന് ശേഷം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ വാഹനം പുതിയ വാഹനമായിരുന്നു. അത് പിന്നീട് പൊളിച്ച് പാർട്സുകളാക്കി മറിച്ച് വിൽപ്പനകൾ നടത്തി. ഈ പ്രതികളെ പിടികിട്ട പുള്ളികളായിട്ട് മറ്റ് പല സ്റ്റേഷനുകളിലും കേസുണ്ട്. പാലക്കാട്, മണ്ണാർക്കാട്, കാസർഗോഡ്, ചെന്തേര തുടങ്ങിയ വിവിധ സ്റ്റേഷനുകളിൽ ഇപ്പോഴും കേസുകളും വാറണ്ടുകളും നിലനിൽക്കുന്നു. തമിഴ്നാട്ടിലല്ല, നേരെ കാസർഗോഡേക്ക് കണ്ടു. കാസർഗോഡ്, ഉപ്പള, പിന്നീട് കർണാടക ബോർഡർ, ആ ഏരിയയിലാണ് ഇതിൻ്റെ പൊളിക്കാനും മറ്റു തുടർന്നുള്ള പരിപാടികളൊക്കെ നടന്നിട്ടുള്ളത്. കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ വിവിധ സ്റ്റേഷനുകളിൽ പ്രതികൾക്കെതിരെ കേസുകളുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തൃശൂർ മൃഗശാലയിലെ കടുവ ചത്തു. ഋഷിരാജ് എന്ന ആൺകടുവയാണ് ചത്തത്. 25 വയസ്സോളം പ്രായമുണ്ട്. പ്രായാധിക്യം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് 3 മാസത്തോളമായി പ്രത്യേക പരിചരണം നൽകി വരികയായിരുന്നു. തീർത്തും ചലനശേഷിയില്ലാതായ കടുവയ്ക്ക് വായിൽ നേരിട്ട് ഭക്ഷണം കൊടുത്തു വരികയായിരുന്നു. CCTV അടക്കമുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നിരീക്ഷിച്ചാണ് കടുവയെ പരിചരിച്ചത്. എന്നാൽ ഇന്നലെ രാത്രിയോടെ ഭക്ഷണം കഴിക്കാതാകുകയും തുടർന്ന് കടുവ മരണപ്പെടുകയുമായിരുന്നു. ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മൃഗശാല സൂപ്രണ്ട് അനിൽകുമാർ പറഞ്ഞു. കടുവ സാധാരണ കാട്ടിലൊക്കെ ആണെങ്കിൽ 18-19 വർഷം വരെ മാത്രമേ ജീവിക്കൂ. സൂലൊക്കെ ആണെങ്കിൽ ഒരു 20-21 വർഷം വരെ, അല്ലെങ്കിൽ വളരെ ആരോഗ്യമുള്ളവരാണെങ്കിലാണ് കുറച്ചുകൂടി വർഷം ജീവിക്കുന്നത്. അവസാനത്തെ കുറച്ച് ദിവസങ്ങൾ പറഞ്ഞില്ല, 2-3 മാസങ്ങളിലാണ് അതിന് ഞങ്ങൾക്ക് കൂടുതൽ ചികിത്സ നൽകേണ്ടി വന്നത്. വയനാട്ടിലെ കാട്ടിക്കുളത്ത് നിന്നും 2015 പിടികൂടിയ കടുവയെ തൃശൂർ മൃഗശാലയിൽ എത്തിക്കുകയായിരുന്നു. 15 വയസ്സായിരുന്നു പിടികൂടുമ്പോൾ കടുവയ്ക്കുണ്ടായിരുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. മുനമ്പം സമരസമിതി അംഗങ്ങളിൽ മന്ത്രി P. രാജീവുമായി കൂടിക്കാഴ്ച നടത്തി. മുനമ്പത്തെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടാൻ സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മന്ത്രിയോട് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ മുനമ്പം നിവാസികൾക്ക് അനുകൂല നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട്. തുടർന്നും പിന്തുണ ഉണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞതായി ഫാദർ ആന്റണി സേവിയർ വ്യക്തമാക്കി. 26-ാം തീയതി വരുന്ന ആ കേസിൽ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കപ്പെടും. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രമാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനാണ് രാജീവ് സാർ പറഞ്ഞത്, മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. പാലത്തായി പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട അധ്യാപകനും BJP നേതാവുമായ K. പത്മരാജനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സ്കൂൾ മാനേജർ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. കേസിൽ BJP നേതാവായ പത്മരാജൻ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടിരുന്നു. 10 വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ K. പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിരുന്നു.
മുൻമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ G. സുധാകരനെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച മന്ത്രി സജി ചെറിയാൻ. കുളിമുറിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലാണ് സുധാകരൻ. കാലിൽ ശസ്ത്രക്രിയ നടത്തി 2 മാസം പൂർണ്ണ വിശ്രമം വേണമെന്ന് ഡോക്ടർമാർ അറിയിച്ചിരുന്നു. ഇന്നലെ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് പരിക്കേറ്റ് ചികിത്സയിലായ വിവരം സുധാകരൻ പൊതുസമൂഹത്തെ അറിയിച്ചത്. ഇടുക്കി പീരുമേട് റാണി കോവിലിൽ എസ്റ്റേറ്റ് ലയത്തിന് തീപിടിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പീരുമേട് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ലയത്തിലെ താമസക്കാർ അപകട സമയം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. ലയത്തിലെ ഒരു വീട് പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും കത്തിനശിച്ചു. വേലിയേറ്റത്തിന് പുറമെ മഴയും ശക്തി പ്രാപിച്ചതോടെ മഴവീഴ്ച ഭീഷണിയിലാണ് കുട്ടനാട്ടിലെ നെൽകർഷകർ. വിളിയനാട് പാടശേഖരങ്ങളിലെ 2 പാടങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ വീണ് നശിച്ചിരുന്നു. വൃശ്ചിക വേലിയേറ്റത്തെ മുന്നിൽ കണ്ട് തണ്ണീർമുക്കം ബണ്ടിൻ്റെ ഷട്ടറുകൾ ക്രമീകരിക്കുന്നതിൽ അധികൃതർ വരുത്തുന്ന വീഴ്ചയാണ് നിലവിലെ ആശങ്കകൾക്ക് കാരണമെന്നാണ് കർഷകർ ആരോപിക്കുന്നത്. രാത്രിയും പകലുമില്ലാതെ വേലിയേറ്റം ശക്തമായതോടെ പുഞ്ചകൃഷിക്ക് തയ്യാറായ പാടശേഖരങ്ങൾ വ്യാപക മടവീഴ്ച ഭീഷണിയിലാണ്. വേലിയേറ്റത്തിൽ സാധാരണ നിലയിൽ നിന്ന് 1.5 അടിയിലേറെ വെള്ളം ഉയരാൻ തുടങ്ങിയതോടെയാണ് പാടശേഖരങ്ങളിൽ മട വീഴാൻ തുടങ്ങിയത്. വെളിയനാട് കൃഷിഭവന് കീഴിലെ 2 പാടശേഖരങ്ങളിൽ കഴിഞ്ഞ ദിവസം ബണ്ട് കവിഞ്ഞ് വെള്ളം കയറിയതിനെ തുടർന്ന് മട വീണിരുന്നു. ഇതോടെ വരും ദിവസങ്ങളിൽ മടവീഴ്ച വ്യാപകമാകുമോ എന്ന ആശങ്കയിലാണ് കർഷകർ. ഇടയ്ക്കിടെയുള്ള ശക്തമായ മഴയും ജലനിരപ്പ് ഉയരുന്നതിന് കാരണമാകുന്നുണ്ട്. ജില്ലാ ഭരണകൂടം ഇടപെട്ട് തണ്ണീർമുക്കം ബണ്ടിന്റെ ഷട്ടറുകൾ അടിയന്തരമായി ക്രമീകരിച്ചാൽ മടവീഴ്ചയെ മറികടക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. കാരണം വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് ആ തളിച്ച ഇങ്ങോട്ട് ഉണ്ടാകാത്ത നിലയിൽ നമ്മുടെ തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പള്ളി ഷട്ടറും അത് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് ഈ വേലിയേറ്റത്തെ നിയന്ത്രിക്കുന്നുള്ള സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമുണ്ടാകും. ഇപ്പം വേലിയേറ്റം ആരംഭിച്ചിട്ടുള്ളൂ. വൃശ്ചിക വേലിയേറ്റത്തിന് തുടക്കം കുറിച്ചപ്പോൾ തന്നെ വെളിയനാട് പഞ്ചായത്തിലെ 2 പാടശേഖരങ്ങൾ വിതച്ചിട്ട് 2 പാടശേഖരങ്ങളാണ് കഴിഞ്ഞ ദിവസം മടവീണ് പോയിരിക്കുന്നത്. വിതച്ചിട്ടിരിക്കുന്ന പാടശേഖരത്തും അതുപോലെ തന്നെ വിളവെടുക്കാൻ കിടക്കുന്ന പാടശേഖരങ്ങളുണ്ട്. ഇവിടെ എല്ലാം തന്നെ ഒരു വൻ ഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. വേലിയേറ്റത്തിൽ പുറത്തെ ജലനിരപ്പ് പരിധിവിട്ട് ഉയരുന്നത് 2ാം കൃഷിയുടെ കൊയ്ത്തിനെയും ബാധിച്ചിട്ടുണ്ട്. വിളവെത്തിയ പാടശേഖരങ്ങളിലേക്ക് ഉറവ വെള്ളം ശക്തമായി ഒഴുകിയെത്തുന്നത് നെല്ല് നനയുന്നതിനും കൊയ്ത്ത് തടസ്സപ്പെടാനും കാരണമാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ പമ്പിംഗ് നടത്താൻ സാധിക്കില്ലെന്നത് പാടശേഖരങ്ങൾക്കുള്ളിലെ ജലനിരപ്പ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കും. അതിനാൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, ആലപ്പുഴ. ശരിയായ തെരഞ്ഞെടുപ്പ് നടന്നാലുള്ള പരാജയഭീതി കൊണ്ട് പലയിടത്തും ദുസ്വാധീനവും കുതന്ത്രവും നടത്തുന്ന CPMന്റെ ശ്രമം വിജയിക്കില്ല എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. മലപ്പട്ടത്ത് ഒരു ഒപ്പിന്റെ പേരിൽ നാമനിർദ്ദേശ പത്രിക തള്ളിയതും തിരുവനന്തപുരത്ത് വൈഷ്ണയുടെ കാര്യവും ഇതിന്റെ തെളിവാണെന്നും സണ്ണി ജോസഫ് കൊല്ലത്ത് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കൊല്ലം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ദുസ്വാധീനത്തിലും കായിക ബലത്തിലും ജയിക്കാനാണ് അവർ പരിശ്രമിക്കുന്നത്. പക്ഷെ അത് വിജയിക്കില്ല. ആ പരിശ്രമം വിജയിക്കില്ല. ശബരിമല എന്താ പറഞ്ഞത്? ഒക്ടോബർ 6 പറഞ്ഞത്. പഞ്ചാബ് തലസ്ഥാനമായ ചണ്ഡീഗഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം സജീവം. ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കും. ആർട്ടിക്കിൾ 240 കീഴിൽ ചണ്ഡീഗഡിനെ കൊണ്ടുവരാനാണ് നീക്കം. പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമാണ് ചണ്ഡീഗഡ്. ഹരിയാന പുതിയ തലസ്ഥാനം സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ സാഹചര്യത്തിലാണ് പഞ്ചാബിന്റെ നിയന്ത്രണത്തിലുള്ള ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം തുടങ്ങിയത്. ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും എതിർപ്പ് മറികടന്ന് ഭരണഘടനാ ഭേദഗതിയുടെ തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. പാർലമെന്റിന്റെ ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ ഭരണഘടനാ ഭേദഗതി സംബന്ധിച്ചുള്ള ബിൽ അവതരിപ്പിക്കും. ഭരണഘടനയുടെ 131 ഭേദഗതിയിലൂടെ ആർട്ടിക്കിൾ 240 കീഴിൽ ചണ്ഡീഗഡിനെ കൊണ്ടുവരാനാണ് കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതോടെ ചണ്ഡീഗഡ് ആദ്യം രാഷ്ട്രപതി ഭരണത്തിലേക്കും പിന്നീട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണത്തിലേക്കും മാറും. നിലവിൽ പഞ്ചാബ് ഗവർണറാണ് ചണ്ഡീഗഡ് അഡ്മിനിസ്ട്രേറ്ററെങ്കിലും പാർലമെന്റ് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയിലൂടെ ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ദാമൻ ഡ്യൂ ഉൾപ്പെടെയുള്ളവരുടെ പട്ടികയിലേക്ക് ചണ്ഡീഗഡ് എത്തും. 1984 മുതലാണ് പഞ്ചാബ് ഗവർണർ ചണ്ഡീഗഡ് നിയന്ത്രണം ഏറ്റെടുത്തു തുടങ്ങിയത്. ഇതിനെല്ലാം അവസാനമിട്ടുകൊണ്ടാണ് കേന്ദ്രത്തിന് നേരിട്ട് ഭരിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റാൻ പോകുന്നത്. കേന്ദ്ര നീക്കം സംസ്ഥാന താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണെന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. കേന്ദ്ര സർക്കാർ നീക്കം മുന്നോട്ടു പോകുന്നതിനിടെ പഞ്ചാബിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കി BJP സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ഛാക്കർ രംഗത്തെത്തി.
ചണ്ഡീഗഡ് പഞ്ചാബിന്റെ അവിഭാജ്യ ഘടകമാണെന്നും കേന്ദ്രവുമായി സംസാരിച്ച് ആശയക്കുഴപ്പങ്ങൾ പരിഹരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. SIRുമായി ബന്ധപ്പെട്ട് BLOമാർക്കെതിരെ നടപടി ശക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഉത്തർപ്രദേശിൽ 2 ബൂത്ത് ലെവൽ ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തു. നോയിഡയിൽ 181 BLOമാർക്ക് പിരിച്ചുവിടൽ കത്ത് നൽകി. SIR നടപടികളിൽ വീഴ്ച വരുത്തിയത് സംബന്ധിച്ച് വിശദീകരണം നൽകിയില്ല എങ്കിൽ ജോലിയിൽ നിന്നും ഒഴിവാക്കുമെന്നാണ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ്. 191 അസിസ്റ്റന്റ് ടീച്ചർമാരും 113 സഹായികളും 15% താഴെ മാത്രമാണ് SIR ജോലികൾ നടത്തിയത്. SIR നടപടികളിൽ സഹകരിക്കാത്ത 60-ലധികം BLOമാർക്കെതിരെ കേസും രജിസ്റ്റർ ചെയ്തു. സ്കൂട്ടറിൽ കറങ്ങി നടന്ന സ്ത്രീകൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്ന പ്രതി തൃശ്ശൂരിൽ അറസ്റ്റിൽ. കണ്ടാണശ്ശേരി ചൊവ്വല്ലൂർ പടി സ്വദേശി കിഴക്കേക്കളം വീട്ടിൽ 49 വയസ്സുള്ള അബ്ദുൾ വഹാബിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രിയിൽ സ്കൂട്ടറിൽ കറങ്ങി നടന്ന് ജോലി കഴിഞ്ഞു വരുന്ന സ്ത്രീകൾക്ക് നേരെയാണ് ഇയാൾ ലൈംഗിക അതിക്രമം നടത്തുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് 50ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചും പരാതി ലഭിച്ച സ്ഥലങ്ങളിൽ പോലീസ് വേഷം മാറി നടത്തിയ പരിശോധനയിലുമാണ് പ്രതി പിടിയിലായത്. സബ് ഇൻസ്പെക്ടർ സുനിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ജോസ്, ജോമോൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യക്കെതിരായ 2ാം ടെസ്റ്റിലെ 1ാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക മികച്ച നിലയിലേക്ക് 247 റൺസ് എന്ന നിലയിൽ ഇന്ന് ബാറ്റിംഗ് പുനരാരംഭിച്ച ദക്ഷിണാഫ്രിക്കയെ സെഞ്ചുറി നേടിയ സിനുരാൻ മുത്തുസ്വാമിയും അർദ്ധ സെഞ്ചുറി നേടിയ മാർക്കോ ജെൻസനും ചേർന്നാണ് മികച്ച സ്കോർ സമ്മാനിച്ചത്. 2ാം ദിനത്തിൽ 39.2 ഓവറുകൾ എറിഞ്ഞ ശേഷമാണ് ഇന്ത്യക്ക് 1 വിക്കറ്റ് വീഴ്ത്താനായത്. 45 റൺസ് എടുത്ത കെയ്ൻ വെരേനാണ് പുറത്തായത്. ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 428 റൺസ് എന്ന നിലയിലാണ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.